പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന് നാട് കണ്ണീരോടെ വിട നൽകുകയാണ്. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം മാമംഗലത്തെ വസതിയിൽ എത്തിച്ചു. വിവിധ മേഖലകളിലെ നൂറുകണക്കിന് ആളുകളാണ് എൻ രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. 12 മണിക്ക് ഇടപ്പള്ളി പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. വിശദാംശങ്ങളുമായി വസതിയിൽ നിന്ന് YS അഭിനന്ദ് ഉണ്ട്. അഭിനന്ദ്, വസതിയിലെ പൊതുദർശനം അത് ബന്ധുക്കൾക്ക് വേണ്ടി മാത്രമായി തുടക്കത്തിൽ പരിമിതപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴും ഒട്ടേറെ പേർ, പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നതാണോ? വിശദാംശങ്ങൾ എന്താണ്? അനുജ, ഇപ്പോഴും ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാമചന്ദ്രൻ്റെ സ്വന്തം വീടായ നീരാഞ്ജനത്തിലേക്ക് ആളുകളുടെ ഒരു വലിയ ഒഴുക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനത്തിന് ശേഷമാണ് ഏതാണ്ട് 10-15 മൃതദേഹം ഇവിടേക്ക് എത്തുന്നത്. അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി മാത്രമായിരുന്നു അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ ചടങ്ങുകൾ സജ്ജീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന തന്നെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് ആ സമയം മുതൽ തന്നെ എത്തുന്നുണ്ടായിരുന്നു. ഈ വീടിൻ്റെ വാതിൽ അടച്ചിട്ടതിന് ശേഷം വളരെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുന്നവർക്ക് മാത്രമാണ് അന്തിമോപചാരം അർപ്പിക്കാനായിട്ടുള്ള അവസരം, അകത്തേക്ക് കയറാനുള്ള അവസരം. ബാക്കിയുള്ളവരെല്ലാം തന്നെ ഇപ്പോൾ പുറത്ത് നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഇറക്കി ഇടപ്പള്ളിയിലെ പൊതു ശ്മശാനത്തിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ മങ്ങാട്ടെ നീരാഞ്ജനം വീട്. അദ്ദേഹം ഇവിടെ ലൈഫ് ഈസ് ഗാർഡൻ എന്നാണ് എഴുതിയിട്ടിരിക്കുന്നൊരു ബോർഡ്, ലൈഫ് ഈസ് ബെറ്റർ ടു ബി എ ഗാർഡൻ എന്ന എഴുതി വെച്ചിരിക്കുന്നൊരു ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം അത്തരത്തിലേക്കൊരു പൂന്തോട്ടം പോലെ സജ്ജീകരിച്ച രാമചന്ദ്രൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം ചേതനയേറ്റ ശരീരവുമായി എത്തുമ്പോൾ വലിയ ദുഃഖത്തിലാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ, അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ. ഈ കാശ്മീരിലേക്ക് അദ്ദേഹം കഴിഞ്ഞ തിങ്കളാഴ്ച ഇവിടെ നിന്ന് പോകുന്നതിന് തലേ ദിവസം ഞായറാഴ്ച ഈ അയൽവാസികളോടെല്ലാം സംസാരിച്ചതിന് ശേഷം അദ്ദേഹം വിഷുക്കാലം ആഘോഷിക്കാനെത്തിയ മകൾക്കും പേരക്കുട്ടിക്കും ഒപ്പം അവധിക്കാലം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് കശ്മീരിലേക്ക് പോവുകയാണ്. യാത്ര ചെയ്യാൻ അതിയായ ഇഷ്ടമാണ്, അത്രമാത്രം സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞ് എല്ലാവരോടും, അയൽവാസികളോട് യാത്ര ചോദിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ യാത്ര ചോദിച്ചു പോയ രാമചന്ദ്രൻ ചേട്ടൻ തിരികെ ചേതനയേറ്റ ശരീരവുമായി എത്തുമ്പോൾ അത് അയൽവാസികൾക്കിടയ്ക്ക് വലിയ രീതിയിലുള്ള ഞെട്ടലുണ്ടാക്കുകയാണ്. ഇപ്പോഴും ആ ഞെട്ടൽ നിന്ന് ഇടപ്പള്ളിക്കാർ മാറിയിട്ടില്ല. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു. ഏതൊരു കാര്യത്തിനും, എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും വിളിച്ചാൽ ഓടിയെത്താൻ കഴിയുന്ന ഒരിടമായിരുന്നു രാമചന്ദ്രൻ ചേട്ടൻ്റെ വീട്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത്, അല്ലാതെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെ എപ്പോഴും വളരെയധികം അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണ് രാമചന്ദ്രൻ ചേട്ടൻ. പത്രത്തിലേക്ക് പോകുമ്പോൾ അത് നാട്ടുകാർക്കിടയിൽ അത് വലിയ രീതിയിലുള്ള ഞെട്ടലാണ് ഇപ്പോഴും ഉണ്ടാക്കിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് എത്തിയിരുന്നു. മന്ത്രി പി രാജീവ്, എറണാകുളം MP ഹൈബി ഈഡൻ, ജില്ലാ കളക്ടർ NSK ഉമേഷ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇടപ്പള്ളിയിലെ പൊതുശ്മശാനത്തിൽ ചടങ്ങുകൾ നടക്കുക. രാജ്യത്തിന് തന്നെ അദ്ദേഹം ഒരു പ്രതീകമാണ്. കാര്യം ഐക്യദാർഢ്യവുമായിട്ട് തന്നെ ഓരോരുത്തരും അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തുമ്പോൾ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യം കൂടിയാണ്. ഭീകരതയ്ക്കെതിരെയുള്ള ഐക്യദാർഢ്യമാണ്. ഭീകരതയെ ഒരുമിച്ച് നിന്ന് ചേർത്ത് തോൽപ്പിക്കണമെന്നുള്ളൊരു ഐക്യദാർഢ്യമാണ് യഥാർത്ഥത്തിൽ ഓരോരുത്തരും ഇപ്പോൾ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കശ്മീരിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തുന്ന ചേതനേറ്റ ശരീരത്തെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ നിന്ന് ഇറക്കി പൊതു ശ്മശാനത്തിലേക്ക് സംസ്കാര ചടങ്ങുകൾക്ക് കൊണ്ടുപോകാൻ. എപ്പോഴും ഇവിടേക്ക് ആളുകൾ, നിരവധിയായിട്ടുള്ള ആളുകൾ പല ഭാഗത്തുനിന്നും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ അനുജ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ ഇപ്പോഴും അദ്ദേഹം ഇവിടെ തുടരുന്നുണ്ട്. ഇപ്പോൾ അത് ബന്ധുക്കൾക്ക് അന്തിമോപചാരം അർപ്പിച്ച ശേഷം അല്പസമയത്തിനും തന്നെ മൃതദേഹം പുറത്തിറക്കി ആംബുലൻസിലായിരിക്കും ഇടപ്പള്ളി പൊതു ശ്മശാനത്തിൽ എത്തിക്കുക. രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ കൊച്ചിക്കാർക്കിടയിൽ തന്നെ വലിയ 5 വർഷവും പ്രവാസ ജീവിതം അവസാനിപ്പിച്ചേക്ക് ഇവിടേക്ക് എത്തി നിറസാന്നിധ്യമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. യാത്രകളെ എത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളാണ് രാമചന്ദ്രൻ. ധൈര്യത്തോടു കൂടിയിട്ട് നിലപാടുകൾ പറയുന്ന, ധൈര്യത്തോടുകൂടി എല്ലാ പ്രശ്നങ്ങളെയും നോക്കിക്കാണുന്ന ഒരാൾ കൂടിയാണ്. അതിൻ്റെ ഒരു പ്രതീകമായിരിക്കാം ഒരുപക്ഷെ മകളുടെ പ്രതികരണത്തിലൂടെ നമ്മൾ ഇന്നലെ കണ്ടത്. മകളും വളരെ ധൈര്യത്തോടു കൂടിയിട്ട് കാര്യങ്ങളൊക്കെ നേരിട്ട് കശ്മീരിൽ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ, ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുമ്പോൾ അവരനുഭവിച്ച യാതനകൾ, ആ ദുരവസ്ഥ പറയുമ്പോൾ ആ ധൈര്യത്തോടുകൂടി പറയുന്നത് രാജ്യത്തിന് തന്നെ ഒരു അഭിമാനമായി മാറി. മറ്റൊരു വലിയൊരു പാഠം കൂടി, ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്തും ആ പ്രതിസന്ധികളെയൊക്കെ തന്നെ അങ്ങേയറ്റം നന്നായി നേരിടാമെന്ന് പറയുന്നതിൻ്റെ ഒരു
ഉത്തമ ഉദാഹരണം കൂടിയായിരുന്നു ഇന്നലെ മകൾ ആരതി നമ്മൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ടത്. അത് തന്നെയാണ് ഇന്ന്. പക്ഷേ ലോകാ സംസ്ഥ സുഖിനോ ഭവന്തു എന്ന് അവർ ആ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശന ചടങ്ങിനിടയ്ക്ക് പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരു പ്രതീകമായി, എല്ലാവരെയും വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് നയിക്കുന്ന, എല്ലാവരുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വെളിച്ചം പകരുന്ന ഒരു സംഭവമായി അത് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എന്തായാലും ഒരു തീരാ നോവായി കൊച്ചിക്കാർക്കിടയിൽ, ഇടപ്പള്ളിക്കാർക്കിടയിൽ, ചങ്ങമ്പുഴ പാർക്ക് നിവാസികൾക്കിടയിൽ, മങ്ങാട്ട് റോഡ് നിവാസികൾക്കിടയിൽ, നീരാഞ്ജനത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഓരോ ആളുകൾക്കിടയിൽ അത് വലിയ നോവായി എക്കാലവും അത് തന്നെ ഉണ്ടാകും. ആ പൊതുദർശന ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇടപ്പള്ളി പൊതു ശ്മശാനത്തിലേക്ക് രാമചന്ദ്രൻ്റെ മൃതദേഹം എത്തിക്കും. അതിനുശേഷമായിരിക്കും ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അനുജ, പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന് നാട് വിട നൽകുകയാണ്. നിലവിൽ മാമംഗലത്തെ വസതിയിൽ പൊതുദർശനത്തിലാണ് ഉള്ളത്. അവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ഇടപ്പള്ളിയിലെ പൊതു ശ്മശാനത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. 12:30 സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നതാണ്. ഇപ്പോൾ കൊല്ലപ്പെട്ടവർക്ക് കേരള ഹൈക്കോടതിയും ആദരാഞ്ജലി അർപ്പിച്ചിരിക്കുന്നു. 1 മിനിറ്റ് മൗനം പാലിച്ചാണ് കേരള ഹൈക്കോടതി ആദരമർപ്പിച്ചത്.